ഹായ്, അസ്സലാമലൈക്കും. ഹവാസ് ഫാമിലി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റമദാൻ 1 കുറച്ച് വിശേഷങ്ങളാണ്. നിങ്ങൾക്കെല്ലാവർക്കും നോമ്പാണെന്ന് വിശ്വസിക്കുന്നു. നോമ്പെടുത്ത് എല്ലാവരും ക്ഷീണിച്ചിരിക്കുമായിരിക്കും അല്ലേ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ബീഫ് ബിരിയാണിയാണ്. നോമ്പ് തുറന്ന് രാത്രി കഴിക്കാനായിട്ട് അതിനുള്ള ആവശ്യമായ സാധനങ്ങൾ ഞാൻ ബീഫാണ് എടുത്തേക്കണത്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ ചെറിയ ഉള്ളി എല്ലാം കൂടെ ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് ചതച്ചെടുക്കണം. എന്നിട്ട് ഈ ബീഫ് കഴുകി വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ തൈര്, അധികം പുളിയില്ലാത്ത തൈരാണ്, അതുകൊണ്ടാണ് ഒരു 3 ടേബിൾ സ്പൂൺ ഒഴിക്കണത്. പുളിയുള്ളതാണെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂണൊക്കെ ഒഴിച്ചാൽ മതി. പിന്നെ കറി മസാലയാണ് ഒരു ടീസ്പൂൺ കറി മസാലയും, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഓയിൽ, സൺഫ്ലവർ ഓയിലാണ്, അതൊരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കുറച്ച് ആവശ്യത്തിന് ഉപ്പിടാം. എല്ലാം ആവശ്യത്തിന് ഉപ്പിട്ടതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ബീഫിൽ നിന്ന് വെള്ളമൊക്കെ നല്ലോണം കഴുകി വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ ചെയ്യണത്, അല്ലെങ്കിൽ വെള്ളം കൂടിപ്പോകും. അതിനുശേഷം പിന്നെ ചെറുനാരങ്ങയുടെ നീരാണ്, ഒരു വലിയ ചെറുനാരങ്ങയുടെ പകുതി നീരാണ് ഇതിലേക്ക് ഒഴിച്ചത്. ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. ഈ മസാലയൊക്കെ ഈ ബീഫിലേക്ക് പിടിക്കണം. എന്നിട്ട് അത് അവിടെ മൂടി വെക്കണം. പിന്നെ അരി ഞാൻ കൈമ റൈസാണ് എടുത്തേക്കണത്. അത് പിന്നെ നല്ലപോലെ കഴുകി 10 മിനിറ്റ് വെള്ളത്തിലിട്ട് ഒന്ന് കുതിർക്കണം. അതിനുശേഷം പിന്നെ ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഊറ്റി വെക്കണം. പിന്നെ ഞാനൊരു ചരുവൻ അടുപ്പിൽ വെച്ചതിന് ശേഷം അതിലേക്ക് 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും, പിന്നെ അതിൽ 1.5 ടീസ്പൂൺ നെയ്യുമാണ് ഒഴിച്ചേക്കണത്. നെയ്ച്ചോറ് മോഡലിലാണ് ഞാനിത് വെക്കണത്. അരി വെന്തതിന് ശേഷം ഊറ്റിയെടുക്കണതല്ല, നെയ്ച്ചോറ് പോലെയാണ് വെക്കണത്. എന്നിട്ട് അതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കണം. കറയാമ്പൂ, പട്ട, ഏലക്ക, പിന്നെ ഗ്രാമ്പൂ, പിന്നെ ജീരകം, ഇതെല്ലാം കൂടെ ഒന്ന് അതിൽ കിടന്നൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ അരി വെള്ളമൊക്കെ പോയി ഊറ്റി വെച്ചിട്ടുണ്ടായല്ലോ, അത് വെള്ളമൊക്കെ പോയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വറുത്ത് കൊടുക്കണം. അരി ഒന്ന് വറുത്ത് കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കില്ല, നല്ല ടേസ്റ്റും ആയിരിക്കും ചോറിന്. പിന്നെ അരി നല്ലോണം ഒന്ന് വറുത്തതിന് ശേഷം പിന്നെ ചൂട് വെള്ളമാണ് ഇതിലേക്ക് ഒഴിക്കേണ്ടത്. പിന്നെ നല്ലോണം വേറൊരു അടുപ്പിൽ വെച്ചിട്ട് നല്ലോണം വെള്ളം തിളപ്പിച്ച് വെക്കണം. നല്ല തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഈ കപ്പിന് 1 കപ്പ് അരിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ആ കപ്പിന് തന്നെ 2 കപ്പ് വെള്ളം ഒഴിക്കണം. നല്ല തിളച്ച വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിടണം. ആവശ്യത്തിന് ഉപ്പിട്ടതിന് ശേഷം പിന്നെ ഈ ബീഫിന് വേണ്ടി നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ടല്ലോ, ഉള്ളി, പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം കൂടെ ചതച്ചതുണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ ചോറിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ ചോറിന്. പിന്നെ ചെറുനാരങ്ങയുടെ നീര്, പകുതി ചെറുനാരങ്ങയുടെ നീരും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വേകാനായിട്ട് വെക്കണം. അത് മൂടി നല്ലപോലെ വേകണ്ട. പിന്നെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്നിങ്ങനെ ചോറൊന്ന് എടുത്ത് നോക്കുമ്പം ഇങ്ങനെ നെങ്ങണം, അത്രയും പരുവം മതി, അധികം വെന്ത് പോകരുത്. പിന്നെ ഈ ബീഫ് ഇപ്പം ഒരു 3/4 മണിക്കൂറായി ഇത് മസാലയൊക്കെ തേച്ച് വെച്ചേക്കണത്. കുറച്ച് നേരം വെക്കണം. സമയമില്ലെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും ഇത് വെക്കണം, എന്നാലാണ് ഇതിൽ മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ 4 സവാളയാണ് എടുത്തേക്കണത്. ചെറിയ സവാളയാണ് 4 എണ്ണം, അത് കട്ട് ചെയ്തതും, പിന്നെ 3 തക്കാളി, ഇതും ഇതിലേക്കിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ടുണ്ട്, അതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കണം. പിന്നെ മല്ലിയില, ഒരു പിടി മല്ലിയിലയും പുതിനയിലയും കൂടെ കൂടിയതാണ്. പുതിനയില കുറച്ചിട്ടാൽ മതി, മല്ലിയില ഒരു പിടി ഇടണം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ആ മസാല എല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം അതൊരു കുക്കറിലേക്ക് ഇട്ടിട്ട് ആ പാത്രത്തിൽ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കണം. എന്നിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കണം. ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കണം. നെയ്യ് ഒഴിച്ചിട്ട് എല്ലാം കൂടെ മൂടി
പിന്നെ ഗ്യാസിലേക്ക് വെച്ചിട്ട് 2-3 വിസിൽ, ഇത് നല്ല ഇലയിറച്ചി ആയതുകൊണ്ട് 3 വിസിലടിച്ചപ്പോൾ തന്നെ നല്ലോണം വെന്ത് കിട്ടിയായിരുന്നു. അത് ഇറക്കി വെച്ചതിന് ശേഷം പിന്നെ സവാളയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണയും നെയ്യും കൂടെ മിക്സ് ചെയ്ത് ഒഴിച്ച് മിക്സ് ചെയ്ത് ഒഴിച്ചതിന് ശേഷം അതിലേക്ക് പിന്നെ അണ്ടിപ്പരിപ്പും പിന്നെ മുന്തിരി ഇട്ട് കൊടുത്ത് അതൊന്ന് ഫ്രൈ ആക്കിയതിന് ശേഷം ആ വെളിച്ചെണ്ണയിലേക്ക് തന്നെ പിന്നെ സവാള, ചെറിയ 2 സവാളയാണ് എടുത്തേക്കണത്, അത് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. സമയം ഫ്ലെയിം കുറച്ച് വെക്കണം. പിന്നെ എല്ലാവരും നോമ്പായിട്ട് എന്താണ് ഉണ്ടാക്കിയത് എന്ന് കമൻറ്റ് ചെയ്യുക. ഞങ്ങൾ ബിരിയാണിയും പിന്നെ കടികളുമാണ് ഉണ്ടാക്കിയേക്കണത്. എന്ന് വെച്ചാൽ ഞായറാഴ്ചയും കൂടെ ആയതുകൊണ്ട് ബിരിയാണിയാണ് ഉണ്ടാക്കിയത്. പിന്നെ ചോറ് അതൊക്കെ ഫ്രൈ ചെയ്തിട്ട് ഒരു പിന്നെ ബിരിയാണി പോട്ട് അടുപ്പിലേക്ക് വെച്ചിട്ട് ഈ ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് അതിലെ വെള്ളം ഒന്ന് ചാറൊക്കെ ഒന്ന് തിളക്കണം കിടന്നു. അതൊന്ന് തിളച്ച് വരുമ്പോൾ വേണം ഈ ചോറ്, 3/4 വേവായിട്ടുള്ളൂ, ഈ ചോറ് അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഈ ചോറ് കുറച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കണം. ആദ്യം ഒരു സ്റ്റെപ്പ് ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് പിന്നെ മല്ലിയിലയും കുറച്ച് ഫ്രൈ ചെയ്ത പിന്നെ സവാള ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ പിന്നെയും കുറച്ച് ചോറും കൂടി ഇട്ട് കൊടുക്കണം. പിന്നെ ഒരു പാത്രത്തിൽ ഞാൻ പിന്നെ ബിരിയാണി എസൻസ് കുറച്ച് മതി, ബിരിയാണി എസൻസും ഒരു തുള്ളി മഞ്ഞൾപ്പൊടിയും കുറച്ച് പാലും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊരു കളറിനും ഒരു മണത്തിനും വേണ്ടിയാണ്. അത് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കണം. കുറച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് പിന്നെ മല്ലിയിലയും പിന്നെ സവാള ഫ്രൈ ചെയ്തത് ഇട്ട് കൊടുത്ത് കുറച്ച് വെളിച്ചെണ്ണയും ഈ ഓണിയൻ സവാള ഫ്രൈ ചെയ്ത പിന്നെ വെളിച്ചെണ്ണ ഇതുണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കണം. ഇതിന് മുകളിലേക്ക് നെയ്യും പിന്നെ വെളിച്ചെണ്ണയും കൂടെ ഇതിലുള്ള ഒരു സവാള ഫ്രൈ ചെയ്തത് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിൽ പിന്നെയും ചോറിട്ട് കൊടുക്കണം. ബാക്കി ചോറും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിലും ഈ കളർ ഒഴിച്ചതിന് ശേഷം പിന്നെയും ഈ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം അതിൻ്റെ മുകളിലേക്ക്. പിന്നെ ഈ മല്ലിയിലയും ഫ്രൈ ചെയ്ത് വെച്ച സവാളയും കശുവണ്ടിയും മുന്തിരിയും ഇതൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ ലാസ്റ്റ് കുറച്ച് നെയ്യും കൂടെ ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നല്ലപോലെ മൂടി ദമ്മിട്ട് വെക്കണം. ഒരു നുള്ള് കറി മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് ഏറ്റവും മുകളിലായിട്ട്. ശേഷം ഇതെല്ലാം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് അലങ്കരിച്ച് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചതിന് ശേഷം ദമ്മിട്ട് മൂടി വെച്ചതിന് ശേഷം ദമ്മിട്ടാൽ മതി. അതിൻ്റെ മുകളിൽ എന്തെങ്കിലും കയറ്റി വെച്ച് ഒരു 10 മിനിറ്റ് ഫ്ലെയിം കുറച്ച് വെച്ചാൽ മതി. എന്നിട്ട് ഇതിന് ചൂട് അപ്പോഴേക്ക് ഈ ഗ്രേവിയൊക്കെ ഒന്നും കൂടെ വെന്ത് അതിൻ്റെ മുകളിലേക്ക് അതിൻ്റെ മണമൊക്കെ വരും. നല്ല ടേസ്റ്റുള്ളൊരു ബിരിയാണിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. പിന്നെ കട്ട്ലേറ്റും സമൂസയുമാണ് ഉണ്ടാക്കുന്നത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. സമൂസയും കട്ട്ലേറ്റും അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് പറയണില്ല, ഇങ്ങനെ കുറച്ചേ കാണിക്കണുള്ളൂ. പിന്നെ സമൂസ വറുത്തെടുക്കണേണ്. പിന്നെ ചിക്കൻ സമൂസയാണ് ഉണ്ടാക്കിയത്. നല്ല ടേസ്റ്റുള്ളൊരു സമൂസയാണ്. ഇതിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ കാണിക്കാം വേറൊരു വീഡിയോയിലായിട്ട്. പിന്നെ കട്ട്ലേറ്റാണ്, ബീഫ് കട്ട്ലേറ്റാണ്. പിന്നെ നല്ല ടേസ്റ്റുള്ള കട്ട്ലേറ്റാണ്. എല്ലാവരും പിന്നെ ഇതേപോലെയൊക്കെ കടിയൊക്കെ ഉണ്ടാക്കി എല്ലാം പണിയൊക്കെ കഴിഞ്ഞിരിക്കണായിരിക്കും അല്ലേ. എല്ലാം കഴിഞ്ഞ് ഇതേ ചായ, വെള്ളം, നാരങ്ങ വെള്ളം, സമൂസ, പിന്നെ കുറച്ച് വെള്ളയപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കട്ട്ലേറ്റിൻ്റെ ഉള്ളിൽ വെച്ച്, കട്ട്ലേറ്റ് വെള്ളയപ്പത്തിൻ്റെ ഉള്ളിൽ വെച്ച് കഴിക്കാനായിട്ട്. പിന്നെ ചായയും ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ അതെല്ലാം കഴിഞ്ഞ് നിസ്കാരവും ഇതെല്ലാം കഴിഞ്ഞ് രാത്രിയാണ് പിന്നെ ദം പൊട്ടിച്ച് ചോറെടുക്കണത്. ബിരിയാണി ഒരു പാത്രത്തിലെടുത്ത് അതിൽ സാലഡും കച്ചമ്പർ, പപ്പടം ഇതൊക്കെ കൂടി നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു ബിരിയാണിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക.